ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിലെ മലയാളത്തിലെ 10ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ കുഞ്ഞെഴുത്താണ്. ഇപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? വീട് കെട്ടണം ടിയ ടിയ. അപ്പോൾ പാഠഭാഗം കാണാത്തവർ ഒന്ന് ചാനലിൽ കയറി നോക്കുക കേട്ടോ. ക്ലാസ് 1 മലയാളം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ കിട്ടുവേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? ചിത്രം വരച്ച് സംഭാഷണം എഴുതാം. എന്തൊക്കെ ചിത്രമാണ് വരയ്ക്കേണ്ടത്? പൂങ്കിളിയും വീടും വരയ്ക്കണം, പിന്നെ ഉറുമ്പുകളും വീടും വരയ്ക്കണം. അപ്പോൾ മക്കൾ അത് വരയ്ക്കാം കേട്ടോ. ഇനി താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? വീട് രുചിച്ചവർ പറഞ്ഞതെന്ത്? ചോണനുറുമ്പ് എന്തേലും പറഞ്ഞത്? എന്താ സ്വാദ് അല്ലേ? പിന്നെ നെയ്യുറുമ്പോ? എന്താ മധുരം. മൈന എന്താ പറഞ്ഞത്? സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ് അല്ലേ? മയിലോ? നല്ല മിഠായി, നല്ല സ്വാദ്. പൂച്ച എന്താ പറഞ്ഞത്? ഹായ് പഞ്ചാര മധുരം. നായ പറഞ്ഞതോ? ഹായ് തേൻ മധുരം അല്ലേ? അടുത്തത് കേക്ക് വീട്. എഴുതി നോക്കാം. വീടിനെ കുറിച്ച് ഉറുമ്പ് സംസാരിച്ചു. എന്തെല്ലാം കാര്യങ്ങളാവും സംസാരിച്ചിട്ടുണ്ടാവുക? പൂച്ചയും പട്ടിയും പറഞ്ഞതും എഴുതണേ. ഉറുമ്പ് എന്തായിരിക്കും മക്കളെ സംസാരിച്ചത്? എന്താ സ്വാദ്, എന്താ മധുരം. ഇത് വീടല്ല കേക്കാ, ഇത് കേക്കല്ല വീടാ, ഇത് കേക്ക് വീടാ അല്ലേ? ഇനി പൂച്ചയോ എന്താ സംസാരിച്ചത്? ഹായ് മധുരം, നല്ല മധുരം, പഞ്ചാര മധുരം. ഇനി പട്ടി എന്താ സംസാരിച്ചത്? ഹായ് മധുരം, നല്ല മധുരം, തേൻ മധുരം അല്ലേ? അടുത്തത് എന്താ മക്കളെ? വിവിധ തരം വീടുകളാണ് അല്ലേ? ഇവിടെ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഇഗ്ലു കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹൗസ് ബോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇഗ്ലു ഏതാണ്? ഇതാണ് ഇഗ്ലു. ഇനി ഹൗസ് ബോട്ട് ഏതാണ്? ഇതാണ് ഹൗസ് ബോട്ട്. ഇനി മരത്തിൻ്റെ മുകളിൽ ഏണി വെച്ചിട്ട് നോക്കിക്കേ, അതിനെന്താ പറയുക? ഏറുമാടം. ഇനി ഇങ്ങനെ കെട്ടുന്ന വീടിന് എന്താണ് പറയുക? ടെൻറ്റ് ഹൗസ് അല്ലെങ്കിൽ കൂടാരം. അടുത്തതോ? ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റിൽ കുറേ വീടുകളുണ്ടാവും. ആ വീടുകൾക്ക് പറയുന്ന പേരെന്താണ്? ഫ്ലാറ്റ് ആണ് കേട്ടോ. ഇനി ഏതൊക്കെ തരം വീടുകളാണുള്ളത്? ഓല വീടുണ്ട്, മുള വീടുണ്ട്, ഓടിട്ട വീടുണ്ട്, ഷീറ്റിട്ട വീടുണ്ട്. അങ്ങനെ മക്കൾക്ക് അറിയാവുന്ന വീടുകളുടെ പേരൊക്കെ എഴുതാം കേട്ടോ. അടുത്തത് വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം. ഇവിടെ നല്ലൊരു വീടിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ടോ ഞാനാട് വീട് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? മുറികൾ, ഉപകരണങ്ങൾ, വീടിൻ്റെ ഉപയോഗം, വീട്ടിൽ ആരെല്ലാം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. എനിക്ക് ധാരാളം മുറികളുണ്ട്. അടുക്കള, കിടപ്പുമുറി, ശുചിമുറി, സ്വീകരണ മുറി മുതലായവയാണവ. എനിക്ക് വിവിധ തരം ഉപകരണങ്ങളുണ്ട്. സോഫ, കസേര, കട്ടിൽ, അലമാര, മിക്സി, കത്തി, മേശ തുടങ്ങിയവയാണവ. മഴയും വെയിലും തണുപ്പും ഏൽക്കാതെ കഴിയാനും കള്ളന്മാരിൽ നിന്നും സുരക്ഷിതമായി താമസിക്കാനുമാണ് വീട്. ഇവിടെ അച്ഛനും അമ്മയും 2 കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്നുണ്ട്. ഇത്രയും മക്കൾക്ക് ആവശ്യമായത് എഴുതുക കേട്ടോ. അടുത്തത് വായിക്കാം. ഇവിടെ കുറച്ച് ക്ലിയർ കുറവുണ്ട്. മക്കൾ ടെക്സ്റ്റ് നോക്കി വായിക്കുക കേട്ടോ. അച്ഛാ നമുക്ക് വീട് വൃത്തിയാക്കാം. ഞാൻ പറഞ്ഞു. ശരി, നല്ല കാര്യം. ആരാ മുറ്റമടിക്കുന്നത്? ഞാൻ അടിക്കാം. ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി. ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി. അമ്മ ജനലിലെ പൊടി തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ ടോയ്ലറ്റോ? ചേച്ചി ചോദിച്ചു. അത് ഞാൻ തന്നെ വൃത്തിയാക്കാം, അച്ഛൻ പറഞ്ഞു. അല്പസമയത്തിനകം ജോലി തീർന്നു. ഇപ്പോൾ വീട് എന്ത് സുന്ദരം. എനിക്ക് ആനന്ദമായി. അപ്പോൾ ഇവിടെ ചെറിയൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല, ചൂല് പിണങ്ങില്ല. അപ്പോൾ അടുത്ത വരി നമ്മളോട് പൂരിപ്പിക്കാൻ പറയുന്നുണ്ടല്ലേ. അച്ഛൻ നന്നായി കഴുകിയാലും അമ്മ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല, പ്ലേറ്റ് പിണങ്ങില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പലതരം വീടുകൾ പഠിക്കാനുണ്ട്, വീട്ടുപകരണങ്ങൾ, വീട്ടിലെ മുറികൾ, ഓരോ മുറികളിലുമുള്ള ഉപകരണങ്ങൾ. ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് കേട്ടോ.
അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.